എല്ലാ കുട്ടികളും സംശുദ്ധ പ്രകൃതമാണ്. കുട്ടികൾക്ക് ആരോടും ദേഷ്യമില്ലല്ലോ. ഇന്ന ആളോടെ ചിരിക്കാൻ പറ്റുള്ളൂ, ഇന്ന ആളോട് ചിരിക്കാൻ പറ്റൂല എന്ന വ്യത്യാസമൊന്നും കുട്ടികൾക്കില്ല. ഫിറൗനെ കണ്ടാലും ഓല് ചിരിക്കും, കാരണം ഓൽക്ക് ആ വ്യത്യാസം അറിയില്ല. പിന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യണത്, മോനെ ഇന്ന ആളെ കണ്ടാൽ ചിരിച്ചരുത് കേട്ടോ, ഇന്ന ആളെ കണ്ടാൽ ചിരിക്കരുത്. വാപ്പ അവിടെ ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ കുട്ടിനോട് നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചാലേ കഴിയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നേ പറയുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല എന്നേ പറയുള്ളൂ. നേരത്തെ സെറ്റ് ചെയ്യണം. എടാ ഫോണ് വെല്ലടിക്കുന്നുണ്ട്, കുഞ്ഞാമതാണ് വിളിക്കുന്നത് എങ്കിൽ വാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഫോണ് കിരണി എന്ന് പറയുമ്പോൾ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് ആരാ കുഞ്ഞാമത അന്ന വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നടക്കൂല, ഒന്ന് നുണറിയാൻ കഴിയൂല എന്നുള്ളതാണ് കുട്ടിയുടെ പ്രത്യേകത. ആരോടും ദേഷ്യമില്ല, കളവ് പറയാൻ കഴിയില്ല, സംശുദ്ധമായ പ്രകൃതം. ഈ ഇരിക്കണ നമ്മളെല്ലാവരും കുട്ടിയായിട്ട് വലുതായതാണ്. ഞമ്മക്കൊന്നും നുണറിയാൻ കഴിഞ്ഞിരുന്നില്ല, ഞമ്മക്കാർക്കും കളവ് പറയാൻ കഴിയുമായിരുന്നില്ല. സത്യം പറയാൻ പഠിക്കേണ്ടതില്ല, നുണ പറയാൻ പഠിച്ചാൽ ഞാൻ മതി. LLB. നുണ അറിയാൻ പഠിക്കരുത്, അത്രയേ ഉള്ളൂ. സത്യം പറയാൻ പഠിക്കാനില്ല. മനുഷ്യൻ്റെ നേച്ചർ, പ്രകൃതിപരമായ ഗുണമാണ് സത്യം പറയുക എന്നത്. കളവ് പറയാൻ പഠിക്കാൻ മാത്രമുണ്ട്, നല്ലോണം പഠിക്കണം. ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ 2 കൊല്ലം പഠിക്കണം, റെഗുലറായിട്ട് പഠിക്കും വേണം, ഡിസ്റ്റൻസ് ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നുണ അറിയാൻ. അതന്നെ സംഗതി. അപ്പോൾ സത്യം പറയാം. അപ്പോൾ അടിസ്ഥാന ഗുണം ഒക്കെ മുഹമ്മദീയ ഗുണമാണ്, മനുഷ്യൻ്റെ ഗുണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അൽ ഇൻസാൻ എന്നത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദീയ പ്രകൃതത്തിലാണ് എല്ലാവരും ജനിക്കുന്നത്. അത് നിലനിർത്താൻ കഴിയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും. ഒരു ഫാമിലി ഇസ്ലാമികമായി മാറണമെങ്കിൽ ഇസ്ലാമികമായ സാഹചര്യം അവിടെ ഉണ്ടാവണം. ഇസ്ലാമിക സാഹചര്യം എന്ന് പറഞ്ഞാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ്. മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് പഠിപ്പിക്കണം. കുട്ടികൾക്കൊക്കെ മങ്കൂസുമല് ഓതാൻ കഴിയണം. ചെറിയ തെറ്റൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരല്ല, എന്നാലും ഓതാൻ കഴിയണം. അതിനെന്ത് വേണം? ആദ്യം മൂളണം, പിന്നെ പാടാൻ പറ്റുള്ളൂ. മൂളാൻ പറ്റാത്തവന് പാടാൻ പറ്റൂല, മൂളാൻ കഴിയാത്തവന് പാടാൻ കഴിയൂല. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഒക്കെ കുട്ടികളൊക്കെ എല്ലാവരും മങ്കൂസ് മരുത് പഠിപ്പിക്കണം. അതിനാദ്യം നമ്മൾ പഠിക്കണം, എന്നിട്ട് നമ്മൾ പെരയിലിരുന്ന് ഇങ്ങനെ ചെല്ലണം. അപ്പോൾ കുട്ടികൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മൂളും. ആദ്യം മൂളിയോനാണ് പിന്നെ പാടാൻ പറ്റുക. ആദ്യം ഇങ്ങനെ മൂളും, ആ മുളക്കം പിന്നെ ഇങ്ങനെ പാട്ടാവും. മുളക്കം പാട്ട് എന്ന് നമ്മൾ പറയലുണ്ട്. മൂളക്കമാണ് പാട്ടാവാറുള്ളത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയണതാണെങ്കിൽ ആദ്യം ഇങ്ങനെ മൂളണം. അങ്ങനെ കുറേ മൂളുമ്പോൾ പിന്നെ അത് പാട്ടായി മാറും. അപ്പോൾ എപ്പോഴും വീട്, ഒരു ഫാമിലി, ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാകുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക. നബിതങ്ങളെക്കുറിച്ച് പറയുക, നബിതങ്ങളെക്കുറിച്ച് കേൾക്കുക. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റുക. നബിതങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇനിസ്തഹാഹു അക്കലഹു ഫഇല്ലം തസ്തഹി തറക്കഹു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് വെക്കും. അള്ളാൻ്റെ റസൂല് ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഭക്ഷണം ഉള്ളത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ സുറുക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നിഅമൽ ഉദുമു അൽ ഖല്ലു, സുറുക്ക നല്ല കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യരുത് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ പകുതി എടുത്തുങ്ങാണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരവും സുറുക്ക കുടിക്കരുത്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. സുറുക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുറുക്ക ഇങ്ങനെ കുടിക്കുക, അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്നുക, സുറുക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേന്ന്. അതെപ്പോഴാണ് പറഞ്ഞത്?
വേറൊന്നും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞതേ. മനസ്സിലായോന്നറിയില്ല നിങ്ങൾക്ക്. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണുള്ളതെന്ന് പറഞ്ഞു. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുർക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും. വീട്ടിൽ സുർക്ക എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ കൈപ്പെടും, സുർക്കയിലിട്ടത്. അതെപ്പോഴും സ്റ്റോക്ക് വേണം. എന്തിനാണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നേരം സുർക്ക കൂട്ടിയിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിങ്ങാണ്ട് അവസാനം വെള്ളപോക്ക് ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത്. അത് നേരത്തെ പറഞ്ഞില്ല, അതതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ പോയി. അതെന്താ സംഭവിച്ചാൽ ആ ഹദീസ് ഇങ്ങനെയാണ്: ഹബ്ബത്തു സൗദായി ഷിഫാ മിൻ കുല്ലി ദാ, കരിഞ്ജീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഒരു ഉംറയിലും പോയവരേക്കല്ല ഇപ്പോൾ ഇരിക്കണവരൊക്കെ, അല്ലെങ്കിൽ വിസിറ്റിന് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അതിലുണ്ടോ നോക്കാൻ നിങ്ങൾ. നിഅമൽ അങ്ങനെയല്ല, ഹബ്ബത്തു സൗദായി കരിഞ്ജീരകം, ഷിഫാഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തിനെ തൊട്ടും. അതിലെവിടെ തിന്നാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ? ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലേക്കാനും. അത് ഓരോ ദണ്ണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ കരിഞ്ജീരകം തിന്നണ്ട. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ തുണിയിൽ കെട്ടുക, ചെറിയ നൈസ് തുണി കെട്ടിയിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചങ്ങാണ്ട് മേലോ റബ്ബർ ഇടുക. അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട അങ്ങനെ കൈയിൻ്റെ അടിയിൽ വരുത്തിയിട്ട് 2 മുക്കിലും വലിച്ചാൽ മതി. തിന്നേണ്ട ആവശ്യമൊന്നുമില്ല ഇനി. അപ്പോൾ എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷിഫയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പറഞ്ഞിട്ടില്ല. ചിലതിന് തിന്നേണ്ടി വരും, ചിലതിന് തിന്നേണ്ടി വരില്ല. ഓൽമെൻറ്റ് ഇപ്പം നമ്മൾ തിന്നലുണ്ട്, അത് മരുന്നാണല്ലോ. ഓസി കിട്ടിയാലും ഓൽമെൻറ്റും തിന്നെന്ന് പറയാണ്. തിന്നൊന്നുമില്ല. ഓൽമെൻറ്റ് മരുന്നാണ്, പക്ഷെ നമ്മൾ തിന്നൂല. അപ്പോൾ എല്ലാ മരുന്നും തിന്നാനുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ വിവരം അതാണ് ഞാൻ പറഞ്ഞത്. എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാഹിൻ്റെ ദുന്യാവിലുള്ളൂ. മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്, പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ്. അവസാനിക്കൂല. തുടങ്ങേണ്ടതും അവിടെയാണ്, തുടരേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ആക്കി തീർക്കണം. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ്. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ. 1 ആണുങ്ങളെ വർത്താനം നേരാകുക, 2 സ്ത്രീകളുടെ പെരുമാറ്റം നേരാകുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പെണ്ണെട്ടാൻ പറഞ്ഞൊരായത്തുണ്ട് സൂറത്തുർ റൂമിൽ. വമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത് റഹ്മത്ത് 2 കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷമാവും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം, റഹ്മത്ത് എന്ന് പറഞ്ഞതിന് വാത്സല്യം എന്നർത്ഥം പറയാം. ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല. അത് പരിഭാഷക്കുള്ളൊരു പരിമിതിയാണ്, അത് ഏത് ഭാഷക്കും ഉണ്ടാവും. അപ്പം ലറബ എന്നുള്ളതിന് തച്ചൂന്നും പേറിയെന്നും അടിച്ചൂന്നും ഒക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ. എന്നാൽ തച്ചു എന്ന് പറഞ്ഞാലും പേറി എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ, സാധനം വ്യത്യാസമുണ്ട്. ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം. ഇത് 2 ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ്. സ്നേഹത്തിൻ്റെ വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക. വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ്. എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല, പിന്നെന്താ പറയുക? എനിക്കെന്നോട് ഭയങ്കര
സ്നേഹമാണ് എന്നാ പറയാ. വാത്സല്യം പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ, സ്നേഹം വർത്താനത്തിൽ നിന്നാണ് മനസ്സിലാവുക.